ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനാണ് ഇപ്പോൾ ലൈവിലുണ്ടായിരുന്നത്. അനീഷും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലൈവിൽ. അനീഷ് അനുമോളെ ഉപദേശിക്കുകയായിരുന്നു. ഇന്നലത്തതൊക്കെ ഇന്നലെ കഴിഞ്ഞു, ഇനി ഇന്നത്തെ ദിവസം പുതിയ ദിവസമാണ്, എല്ലാവരോടും മിങ്കിൾ ചെയ്യണം, ഭക്ഷണമൊക്കെ കഴിക്കണം, ടാസ്കിലൊക്കെ നന്നായി കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് സമയത്താണ് അനുമോളോട് പറയുന്നുണ്ട്, അവർക്ക് അവരുടേതായ ശരിയുണ്ടാവും, അനുമോൾക്ക് അനുമോളുടേതായ ശരിയുണ്ടാവും, അവർ ക്യാപ്റ്റൻ അല്ലേ, അപ്പോൾ അവർക്ക് ആ ക്യാപ്റ്റൻസി നിലനിർത്താനും നല്ല രീതിയിൽ കൊണ്ടുപോകാനും അവർ അവരുടേതായിട്ടുള്ള ഗെയിം കളിക്കുന്നതാണ്, അവർക്ക് അവരുടെ ശരികൾ നോക്കി മുൻപോട്ട് പോകേണ്ടത് ആവശ്യകതയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അനുമോൾ പറയുന്നത്, ഇത്രയും ഞാൻ അവരോട് കൂടുതലായിട്ട് അടുത്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അപ്പോഴൊക്കെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരിങ്ങനെയാണ്, അതായത് PR കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ, കട്ട് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കളിക്കുന്നത് എന്ന്, പണിയെടുക്കാതെ ഇരിക്കുകയാണ് എന്നുള്ളത് പറഞ്ഞു. അത് അനുമോൾക്ക് ഇഷ്ടമായില്ല, ഇനി വേണ്ട ഫ്രണ്ട്ഷിപ്പ് എന്നാണ് അനുമോൾ പറയുന്നത്. ആ വഴിക്ക് ഒരു പക്ഷേ ഇത് അനീഷിൻ്റെ ഗെയിമായിരിക്കാം, ഒറ്റപ്പെട്ട് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ മനുഷ്യത്വമായിരിക്കാം. അനീഷ് അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. അനുമോളാണ് അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് അനീഷ് തിരിച്ചും ഒരു സ്നേഹത്തോടെയുള്ള പെരുമാറ്റമായിരിക്കാം, അങ്ങനെയായിരിക്കാം ഇത്. പിന്നീട് അതിൽ ഇപ്പോൾ ലൈവിൽ പോയപ്പോൾ ആദിലനെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് എന്നോട് പറയുന്നുണ്ട്, എന്തിനാ വെറുതെയാണ്, അനുമോൾക്ക് അതിന് താല്പര്യമില്ല എന്ന് പറയുന്നു. അവൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ അവളുടെ എന്ത് ഫെയിം എടുത്തിട്ടാണ്, ഫെയിമിന് വേണ്ടിയിട്ടാണോ അവളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഇതാക്കിയത്, എന്തിനാ അനുമോൾ അങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് പറയുന്നു. അപ്പോൾ അനുമോൾ തിരിച്ച് പറയുന്നു, ഞാൻ എൻ്റെ PR കൊണ്ട് കട്ട് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ എന്ന് ഇവർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നൂറേനെയും വിളിക്കുന്നു. നൂറയായിട്ട് സംസാരിക്കുമ്പോഴും നൂറ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ക്യാപ്റ്റൻസി തകർക്കാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്, PR ഉള്ളത് കൊണ്ടാണ് ഒരു പണിയെടുക്കാതെ നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞതെന്ന്. പക്ഷേ 3 പേരും സംസാരിക്കുക എന്ന് പറഞ്ഞ് അനീഷ് എണീറ്റ് പോയപ്പം അനുമോൾ എഴുന്നേറ്റ് പോകുന്നതാണ് ഇപ്പോൾ ലൈവിൽ കണ്ടത്. ഫ്രണ്ട്ഷിപ്പ് ഇനി തുടരും.